ഇ.പി. വാസുദേവ ഗുരുക്കൾ CVN കളരി ആയുർവേദ ഹോസ്പിറ്റൽ കടുത്തുരുത്തി. അതിൻ്റെ ബഹുമാന്യനായ MD ഡോക്ടർ ഷാജി ഗുരുക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. താങ്കൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 70 വർഷത്തെ സേവന പാരമ്പര്യം, ലോകം അറിയപ്പെടുന്ന ഇ.പി. വാസുദേവ ഗുരുക്കളുടെ മകൻ. ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച്, ഈ കളരിയുടെ തുടക്കത്തെക്കുറിച്ച്, അല്ല ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ തുടക്കത്തെക്കുറിച്ച് പെട്ടെന്ന് താങ്കളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് സർ? അതായത് ലോകം അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മാർഷൽ ആർട്ട്, അതുപോലെ കളരി ഫീൽഡിലാണ് അദ്ദേഹം ലോകം അറിയപ്പെടുന്നത്. അച്ഛൻ അറിയപ്പെട്ടിരിക്കുന്നത് അതൊന്ന് പറയാം. പിന്നെ അടുത്തത് എന്തായിരുന്നു ചോദിച്ചത്? ആയുർവേദ ഹോസ്പിറ്റൽ രംഗത്തേക്ക് വരാനുള്ള ഇതിൻ്റെ തുടക്കത്തെക്കുറിച്ച്. അതായത് 56-57 ഇവിടെ വന്നത് അച്ഛനും വേറൊരു ഗുരുക്കളും കൂടി. അത് പി വാസുദേവ ഗുരുക്കൾ. അദ്ദേഹം കോട്ടയത്തേക്ക് പോയി, അച്ഛൻ ഇവിടെ സെറ്റിലായി. അപ്പോൾ ഈ ഇവിടുത്തെ ഗ്രാമീണരെല്ലാം കൂടി ഈ സ്ഥലം കൊടുത്തു, പഞ്ചായത്തും കൂടെ. അപ്പം അങ്ങനെ ഇവിടെ 59 മുതൽ ആയുർവേദ വൈദ്യനും കൂടിയായിരുന്നു അച്ഛൻ. ആയുർവേദ C ക്ലാസ് മെഡിക്കൽ രജിസ്ട്രേഷനുള്ള ആയുർവേദ വൈദ്യനും കൂടിയായിരുന്നു. അങ്ങനെ ആയുർവേദവും കളരി ചികിത്സയും സമന്വയിപ്പിച്ച് ഇവിടെ തുടങ്ങി. അപ്പോൾ അതിനകത്ത് കളരി ചികിത്സയിലാണ് നേരം മുന്നോട്ട് പോയത് കൂടുതലും. ഈ ഒടിവ്, ചതവ്, മറ്റ് ഒഴിച്ചിൽ സമ്പ്രദായങ്ങളൊക്കെ. ഞാനങ്ങനെ ഒരു 10-16 വയസ്സ് മുതൽ ഇതെല്ലാം പഠിച്ചതിന് ശേഷം BAMS എടുക്കാൻ വേണ്ടിയിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടെ പഠിച്ചു. ശരി. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉച്ച കഴിഞ്ഞിട്ട് അവിടുത്തെ മെഡിക്കൽ കോളേജുകളിലെ കാഷ്വാലിറ്റി, ഓപ്പറേഷൻ തിയേറ്റർ, ഡിസെക്ഷൻ, ഡെഡ് ബോഡി ഡിസെക്ഷൻ, അതുപോലുള്ള സകല അടവും അനാട്ടമി, ഫിസിയോളജി, അവർ MBBS പഠിപ്പിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇതൊന്നും ഉൾപ്പെടുത്താറില്ല. ഞാൻ വളരെ കുറച്ച് മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പക്ഷേ അവരുടെ ചില ഡിവൈസസ്, അതായത് എക്സ്റേ, ബ്ലഡ് ടെസ്റ്റ്. ഇവിടെ എന്താണ് ഈ എക്സ്റേ ഇരിക്കുന്നത്? അല്ല, ഞാൻ ഇത് റെഫറൻസിന് വിടാറുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അത് നമുക്ക് പിന്നെ ഇതൊക്കെ പൊട്ടിയതോ ലിഗ്മെന്റ് പൊട്ടിപ്പോയത് നമ്മൾ നടക്കത്തില്ല. നടക്കാത്ത കാര്യങ്ങൾ ചെയ്യാറില്ല. അപ്പം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ എക്സ്റേ ഇരിക്കി നോക്കാൻ, അല്ലെങ്കിൽ ഒരു സ്കാൻ എടുത്തിട്ട് നമുക്ക് അതിനകത്ത് റിസൾട്ട് വന്നാൽ തന്നെ ഈ സ്കാനും പേഷ്യൻറ്റും കൂടി ഇരുന്നാൽ ഈ ഡോക്ടർക്ക്, പർട്ടിക്കുലർ ഓർത്തോ ആണെങ്കിൽ ഓർത്തോ ഡോക്ടർക്ക് കറക്റ്റായിട്ട് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഓർത്തോ ഓങ്കോളജിയിലുള്ള ഡോക്ടർ രാജശേഖരൻ നായരുടെയും കൂടെ ശിഷ്യനാണ്. അദ്ദേഹം മരിച്ചുപോയി, അച്ഛൻ മരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോൾ ഈ പൂർണ്ണമായിട്ടും ഈ MRI സ്കാൻ എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു ഇത് വിശ്വസിക്കാതെ നമ്മൾ പിന്നെ ആയുർവേദത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, രോഗിയുടെ ലക്ഷണം വെച്ച് ചികിത്സിക്കുക. അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്യാവശ്യത്തിന് ബ്ലഡ് ടെസ്റ്റും മറ്റു കാര്യങ്ങളും എനിക്കിനിയും കളരിയിലേക്ക് പോകണം, അതേപോലെ ഗുരുകുലം ഗസ്റ്റ് ഹൗസ് ഒന്ന് കാണണം, ആയുർവേദ ഹോസ്പിറ്റലിൽ കാണണം. സംസാരിച്ചിട്ട് കാര്യമില്ല. ആയുർവേദ ഹോസ്പിറ്റലായിട്ടില്ലത്, ഇല്ല, അതൊരു വീടാണ്. ഞാൻ വളരെ കുറച്ച് പേര് അഡ്മിറ്റ് ചെയ്യാറുള്ളൂ, ആവശ്യത്തിന് മാത്രം. അങ്ങോട്ട് പോവാം. അത് ശരി, ആയിക്കോട്ടെ. ഫുട്ബോൾ കളിയല്ലേ? ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കണ്ടോ, ഈ മസിൽ ഇത് കുറവാണ്. അപ്പോൾ ഇത് ഇഞ്ചുറി ഉണ്ടാവും. ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ലിഗ്മെൻറ്റ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ഇപ്പോഴത്തെ മോഡേൺ സ്പോർട്സിൽ ഇതുപോലുള്ള ട്രെയിനിങ് ഉണ്ട്, ഇത് മസിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള. ഓക്കെ, അതൊക്കെ ചെയ്തിട്ടാണ് ഈ റൊണാൾഡോയൊക്കെ നിൽക്കുന്നത്. ഈ ഓടിച്ചൊന്നും ഇങ്ങനെ കളിച്ചാൽ ഇങ്ങനെയൊക്കെ പറ്റും. ഇപ്പോൾ സാധാരണ ഈ ലിഗ്മെൻറ്റിനാണ് പറ്റാറ്, ഇല്ല ബോണിനാണ് പറ്റാറ്. ഇതിപ്പോൾ നിനക്ക് പറ്റിയത് ഇവിടെ. ഇത് സാധാരണ രീതിയിൽ ഇതിൻ്റെ ചെറിയൊരു ലിഗ്മെൻറ്റ് പോലെ സാധനമുണ്ട്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല, അതൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയും. പക്ഷേ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് അലോപ്പതിയിലും ഓർത്തോപീഡിക്സിലും ഒക്കെ ഇത് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ മോൻ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ വിരലിൽ തട്ടാതെ നോക്കിയാൽ മതി ഒരു 2 ആഴ്ചത്തേക്ക്. മനസ്സിലായോ? പിന്നെ ബൂട്ടിടുമ്പോൾ ഇത് ടൈറ്റ് ചെയ്യരുത്. ഇവിടെയല്ലേ ഇപ്പം നിനക്ക് പെയിൻ. ഇത് ശരിക്ക് ഇവിടെയാണ് പറ്റിയിരിക്കുന്നത്, ഇവിടുത്തെ ഒരു ലിഗ്മെൻറ്റാണ് പറ്റിയിരിക്കുന്നത്. ഞാനിതിപ്പോൾ ഇവിടം വരെ ഇങ്ങനെ കെട്ടി ഇവൻ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതേ ഉള്ളൂ. ഇത് കാല് പൊക്കി വെച്ച് അനക്കാതിരിക്കുക 2 ആഴ്ച എന്നുള്ളത്. പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാത്രം ആയിട്ട് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്തു തരാം. മനസ്സിലായോ? ഇപ്പം തൽക്കാലം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ എവിടെയും പറ്റിയിട്ടില്ല. സാധാരണ രീതിയിൽ ഇവിടെയൊക്കെ പറ്റുമ്പോഴാണ് ഇത്രയും കിട്ടുന്നത്. ഇത് നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഈ വെച്ച് കഴിയുമ്പോൾ കാലനക്കാതിരുന്നോളൂ. ഇവിടെയാണ് ലിഗ്മെൻറ്റിന് പറ്റിയിരിക്കുന്നത്. ബോൺ ഫ്രാക്ചർ ഒന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാതെ ഇങ്ങോട്ട് വന്നതിന്റെ കാര്യം മെയിനായിട്ടും നമുക്കൊരു ഉറപ്പുണ്ട് 100% ഇന്നത് ചെയ്താൽ ഓക്കെ ആവും. എന്റെ കുഞ്ഞിന്റെ കാലം രക്ഷപ്പെടും. ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ അവർ പ്ലാസ്റ്റർ ഇടുള്ളൂ. എക്സ്റേ എടുക്കും. എക്സ്റേ എടുക്കുക, എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വീട്ടിയിരിക്കാൻ പറയും. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, ഞാൻ രാവിലെ കളരിയിൽ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ, ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ 1-2 പേര് പറഞ്ഞു, ഗുരുകുലം ഗസ്റ്റ് ഹൗസിലേക്ക് ഉള്ള യാത്രയിലാണോ
ഷാജി ഗുരുക്കളുടെ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ഗുരുകുലം ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം കൂടി താങ്കൾക്കുണ്ടെന്നുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് ആളുകൾക്ക് വേണ്ടി ഒന്ന് പറയാം. ഗുരുകുലം ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ നിർമ്മിച്ച വീട് ഞാൻ പിന്നീട് ഒരു ഗസ്റ്റ് ഹൗസ് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റായിരുന്നു ആദ്യം ഞാൻ, പക്ഷേ അത് വേണ്ടെന്ന് വെച്ച്. കാരണം വെച്ചാൽ അതിൽ നിരത്തി കുറേ ആളുകളെ കിടത്തി അവിടെ ചെന്ന് ഓരോരുത്തരെ പരിശോധിച്ച് മോഡേൺ രീതി അത് വേണ്ട. അത് തന്നെയല്ല, ഇങ്ങനെ ആവശ്യമില്ലാതെ അഡ്മിറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്തവരെ തിരുമുക, ഇത് എനിക്കൊരു ശീലമല്ല. ശരി, കുറച്ച് ഫ്രീഡം ആവശ്യമുണ്ടെന്ന് കൂട്ടി കുറച്ച് ഇതായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് ഇപ്പോഴും ഒഴിച്ചിലും തിരുമലും ഇതൊക്കെ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ നേരത്തെ പഠിച്ചതുകൊണ്ട് അതും ചെയ്യുന്നുണ്ട്. ഗുരുകുലം ഗസ്റ്റ് ഹൗസിൽ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത്യാവശ്യക്കാരെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. 2, കുട്ടികളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അതായത് ഇന്ത്യയിലെ അതർ സ്റ്റേറ്റിലുള്ളവരാണ് കൂടുതൽ വരിക. 1 മാസം 2 മാസത്തെ ബേസിക് കോഴ്സ് എടുക്കുക, താമസിക്കുക. അതിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യേണ്ട കാര്യം. ബുക്ക് ചെയ്ത് അവർ വരും, അവർ വന്ന് താമസിക്കും. ഫോറിനേഴ്സും വരാറുണ്ട്, താമസിക്കാറുണ്ട്, പോകാറുണ്ട്. ബേസിക് കോഴ്സ് മാത്രം. പിന്നെ അതല്ലാതെ ഉള്ള മുറികൾ വെറുതെ ഉണ്ടെങ്കിൽ എൻ്റെ കളരിയിൽ നിന്ന് ഞാൻ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കും. എടുത്തിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ 12 മണിക്കും 1 മണിക്കും ഒക്കെ രാവിലെ എണീക്കുന്നവരായിരിക്കും. രാവിലെ എണീക്കുന്നത് എഴുന്നേക്കുന്നത് 1 മണിക്കൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ആ ശീലം മാറ്റി 5:30 6 മണിക്ക് എഴുന്നേറ്റ് കളരിയിൽ വിളക്ക് കത്തിച്ച് അത് തുടങ്ങാനുള്ള ഒരു ശീലം ഉണ്ടാകും. ജീവിതശൈലി മൊബൈൽ എടുത്ത് ഇവിടെ കൊണ്ടുവയ്പ്പിക്കും, ജീവിതശൈലി മാറ്റത്തിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ നിർത്തി പഠിപ്പിക്കുമ്പോഴത്തേനും അതിനകത്ത് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഈ ചായ ഒരു ആയുധമാണ് എന്ന് പെൺകുട്ടികൾ മനസ്സിലാക്കണം. ചായ കുടിച്ചപ്പോൾ ഈ ചൂടുള്ള അതല്ല, ഇതെടുത്ത് മുഖത്തൊഴിച്ചാൽ മതി. അത് ശരിയാ, മനസ്സിലായില്ലല്ലേ? ഇതെടുത്ത് ഇങ്ങനെ അടിച്ചാലും അതെ. ബ്ലോക്ക് ചെയ്യാൻ പഠിച്ചു. ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ സാറേ, ഇവിടെ ഈ ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ അതായത് ഞാനിങ്ങനെ നടക്കുന്ന വഴിയും ഗുരുമുഖത്ത് നിന്ന് ഗുരുവിൽ നിന്ന് നേരിട്ടുമായിട്ട് ഇത്തരം കുറേ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോഴത്തെ കാലഘട്ടം ഗുരുകുല സമ്പ്രദായം പഴയ കാലഘട്ടത്തിലെ ഗുരുകുല സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകാൻ ലേശം ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ അതിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ ഈ മൊബൈൽ അഡിക്ഷൻ വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ യൂറോ സൈക്കോട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 3 വയസ്സുള്ള കുട്ടികളെ മുതൽ അത് ഒന്നും പറഞ്ഞില്ലേ. അപ്പം അത് മുതൽ എല്ലാം അവരെ ചിട്ടയായിട്ട് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതി. നമ്മളിവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് പ്രധാനമായിട്ടും ഉള്ളത്? ഞാൻ ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ പോലും ഞാൻ ആയുർവേദത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആയുർവേദത്തിൽ കിട്ടാവുന്ന മൂലികകൾ ഉപയോഗിച്ച് കഷായം നിർമ്മിച്ച് കൊടുക്കാൻ നമുക്ക് എല്ലാ ആയുർവേദ മരുന്നും ചേർത്തിട്ട് ബൾക്കായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നൊരു കഷായം മേടിച്ചാൽ അതിൽ എത്ര അംശം മരുന്നുണ്ടാവും? എനിക്കൊരു സംശയമുണ്ട് അതിന്. അതുകൊണ്ട് ഞാനതൊരു വിവാദ വിഷയമാക്കുകയല്ല. എങ്കിലും ആ പഴയ കൺസെപ്റ്റ് എന്താ, ഇന്ന മരുന്നുകൾ പറിച്ചെടുത്ത് വെട്ടി തിളപ്പിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഒന്ന് പതുക്കെ പുറകോട്ട് മാറി. അതാണ് ആയുർവേദത്തിൻ്റെ. അതായത് കുറച്ച് മരുന്നുകൾ മാത്രം. പിന്നെ കുഴമ്പുകൾ കുറച്ചുകൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഉഴിച്ചിൽ പഴയ സമ്പ്രദായത്തിലുള്ള, അതായത് മർമ്മത്തിലൂന്നിയുള്ള ഒഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മ സമ്പ്രദായം അടിസ്ഥാനമാക്കിയുള്ള ഒരു ഒഴിച്ചിൽ സമ്പ്രദായമാണ് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? അതും ഈ പിന്നെ കൈയുളുക്ക് കാലുളുക്ക് എന്നൊക്കെ പച്ച മലയാളത്തിൽ ഞാൻ പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കളരിയിൽ സാധാരണ വരുന്നത്. ഇവിടെ ഈ കക്ഷാതൃക്കം എന്ന് പറയുന്ന മർമ്മത്തെ കൈ പോകുന്നുണ്ട്, ഈ ടെൻഡൻ വഴിയും പോകുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ആ മർമ്മ ചികിത്സയുടെ ഭാഗം തിരുമ്മിൽ വരുന്നത്. ഇവിടെയുള്ള 3 മർമ്മ വഴി കൈ പോകുന്നുണ്ട്, കണ്ടോ? പിന്നുള്ളത് നമ്മൾ കൈയുടെ നിവർത്തലുകൾ മടക്കലുകളൊക്കെയാണ്. അതിലാണ് ഈ പ്രഷർ കൊടുക്കുന്നത്. എത്ര മനസ്സിലുള്ള ആളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങളൊരു ഓർത്തോപീഡിക് ന്യൂറോ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. പിന്നെ മർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് അനാട്ടമിക്കലി പോയിൻ്റാണ്. അത് അനാട്ടമിക്കൽ പോയിൻ്റ്. സാറിൻ്റെ ഇപ്പം ഈ ഇവിടെ എടുത്തിട്ട് ഈ ദൃക്ക് എന്ന് പറയുന്നൊരു മർമ്മമാണ്. ഇത് ആർട്ടറി നെർവും പിന്നെ വെയിനും എല്ലാം. അതെ, VAN എന്നാണ് ഇത് അലോപ്പതിയിൽ പറഞ്ഞത്. വെയിൻ ആർട്ടറി നെർവ് ആക്കാനൊക്കെ പറ്റും. ഒരുപോലെ വരുന്ന ഒരു സാധനം. അതിൽ കൂടുതൽ ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അത് ചികിത്സിക്കാനും ഉപയോഗിക്കാം, ഒരാളെ നന്നായിട്ട് ഉപദ്രവിക്കാനും അതേ സ്ഥാനം ഉപയോഗിക്കാം. ക്ഷമയുണ്ടാവും ഈ കളരിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലേ? ശരിക്കും അതിൻ്റെ അങ്ങേയറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ഏത് മാർഷൽ ആർട്ട് പഠിച്ചാലും ക്ഷമയുണ്ടാവും.
കളരിയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളരിയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകാൻ കാര്യം ഈ മർമ്മമാണ്. അത് ശരി. അല്ല, കുട്ടികൾ അവിടെ ഇരിക്കുന്നത് വളരെ ക്ഷമയോടെ നിലത്തിങ്ങനെ അവരെ ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര കാമാൻ മാത്രമല്ല അവിടെ ചെരുപ്പടുക്കിയിട്ടിരിക്കുന്ന പോലെ കണ്ടു. അതെ. അപ്പം അതാണ് പറഞ്ഞത്. കാരണം ഇത് ഞാനീ പറഞ്ഞ ആയുധം ഇവരുടെ കയ്യിൽ മർമ്മപടി പോലെയുള്ള ചെറിയ ആയുധമോ അതല്ലെങ്കിൽ ആയുധം ഇല്ല വേറെ അവരുടെ ആയുധമോ ആക്കിയിട്ട് ഈ പറയുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും ചെയ്താൽ, അതായത് ശരിക്ക് പ്രാക്ടീസ്ഡ് ആണെങ്കിലാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ അതെ. ഇതെല്ലാം പ്രാക്ടീസ്ഡ് അല്ലെങ്കിൽ ഇത് ഈ പറച്ചിൽ വർത്തമാനം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ വെറുതെ കളരി വലിയ സംഭവമാണെന്നും പറഞ്ഞേച്ച് മർമ്മത്ത് കുത്തിയാൽ അങ്ങനെയാവും ഇങ്ങനെയാവുന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രാക്ടീസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ വളപ്പിൽ കരണം ഗുരുക്കളും എൻ്റെ അച്ഛൻ EP വാസുദേവ ഗുരുക്കളും പറഞ്ഞ പോലെ അവരൊക്കെ നൂലിൻ്റെ മുകളിൽ ചെറിയൊരു കാ പോലുള്ള സാധനം കെട്ടി അത് ആട്ടിയിട്ട് അതിൽ വിരൽ കൊണ്ട് ഓരോന്നും കുത്തി 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 പഠിക്കുക. അതുപോലെ മഞ്ഞൾ കയ്യിൽ തൊട്ടിട്ട് ഓരോ മർമ്മത്തും കുത്തി കുത്തി നോക്കുക. എവിടെയും കൊള്ളിയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുമ്പോൾ കൊള്ളില്ല. നീന്തൽ പഠിക്കുന്നവരിക്കും അല്ലേ, പോസ്റ്റലായിട്ട് നീന്തൽ പഠിക്കുന്നവരിക്കും. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കുകയാണ്. സാറ് മൂവ് ചെയ്യുന്നല്ലോ ഫൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മൂവ് ചെയ്യുന്ന അത് MMA ഫൈറ്റിങ്ങിൽ എന്തുകൊണ്ട് മർമ്മത്ത് കൊള്ളുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളിക്കണമെങ്കിൽ കൊള്ളിക്കാം, കൊണ്ടാലും പറ്റുകയും ചെയ്യും. അതാണ് അതിൻ്റെത്. അത് ചിലപ്പോൾ ചില സമയത്ത് പറ്റിയിട്ടുള്ളവരും ഉണ്ടാവാം. അപ്പോൾ സാറേ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ മർമ്മത്തെ അത് ഫൈറ്റിങ്ങിലേക്ക് പോയത് കിടക്കും. എങ്കിലും ഞാൻ പറയാം, ഈ മർമ്മം അടിസ്ഥാനമാക്കിയുള്ള ഒഴിച്ചിൽ എന്ന് പറയുന്നത് ഒരു ചികിത്സ തന്നെയാണ്. അതിന് കാരണം എന്താണെന്നറിയോ, ഈ തൊലിയുടെ അടിയിൽ ഹോർമോൺസ് ഉണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നല്ലൊരു തിരുമ്മി കഴിയുമ്പോൾ ആ മർമ്മ അടിസ്ഥാനമാക്കി ആ നെർവ് അടിസ്ഥാനമാക്കി തിരുമ്മി കഴിയുമ്പോൾ ഇവൻ റിലാക്സ്ഡ് ആകുന്നത്. അതുപോലെ ഗുരുകുലത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആയിക്കോട്ടെ അല്ലെ പുറത്ത് ഫുഡ് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്? അത് ഗുരുകുലത്തിലുള്ളവരാണെങ്കിലും പിന്നെ രോഗികളാണെങ്കിലും ശരി ശിഷ്യന്മാരാണെങ്കിലും ശരി ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഒരു പയ്യനുണ്ട്, അവൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് കിടന്നുറങ്ങി താമസേ പറയും. പക്ഷെ അവനിപ്പോൾ വെളുപ്പിന് 6 മണിക്ക് എണീറ്റ് തുടങ്ങി. ശരി. പിന്നെ നമ്മുടെ കൂടെ ഇരുന്നിട്ട് അവന് ഭക്ഷണം കൊടുത്തിട്ട് കൃത്യസമയത്ത് അവനെ ഉറക്കി ഇത് എണീപ്പിച്ച് എനിക്ക് ഇത് എന്തിൻ്റെ കേടാന്ന് ഓർക്കും. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു തുറന്ന് സംസാരിക്കുന്ന ഡോക്ടറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു മനുഷ്യന് ജീവിതത്തിലുള്ള എന്തെങ്കിലും ലക്ഷ്യം വേണ്ടേ, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പല പണിയും ചെയ്യാം. അതെ അതെ. ഞാൻ പറഞ്ഞില്ലേ 7 ദിവസത്തെ തിരുമയ്ക്ക് എനിക്ക് 21 ദിവസത്തെ തിരുമാക്കാം അല്ലേ. കാരണം നിങ്ങൾക്ക് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാൻ പോയാൽ ഏത് കടയിൽ പോയാലും കിട്ടുന്നത് സാധനത്തിന് തീർച്ചയായും ഒരു ക്വാളിറ്റി ഉണ്ട്. ആ കടയിൽ എടുത്തു കൊടുക്കുന്ന ആളെയോ മുതലാളിയോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഇല്ല. അതെ. പക്ഷെ ഒരു ഡോക്ടറെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത്, ഒരു വൈദ്യനെ വിശ്വസിച്ചിട്ടാണ് നിങ്ങൾ വൈദ്യരോടും കള്ളം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് നിങ്ങൾ 100% വിശ്വാസത്തിലെടുക്കും. തീർച്ചയായും. ഇത് നട്ടലിൻ്റെ ഇത് കംപ്ലീറ്റ് പോയി കേട്ടോ. ഇതൊരു രക്ഷയില്ല. ഇതൊരു 21 ദിവസത്തെ പിടിച്ചിലില്ലാതെ രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ആധാരം പറയുമ്പോഴാണ് സത്യം ഇതിന് കടയില്ലല്ലോ. ഈ ഒരു സാധനത്തിന് കടയില്ല. പലചരക്കടയിലോ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കടം പറയാം. ഇതൊന്നുമില്ല, ഇത് പൈസ കൊണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മുടെ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിരിക്കുന്ന എത്തിക്സ് ഉണ്ട് ഇതിനകത്ത്. എൻ്റെ ഗുരു പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ വളപ്പിൽ കരണ ഗുരുക്കളും ഒക്കെ കാണിക്കുന്ന ഒരു എത്തിക്സ് ഉണ്ട് ഇതിനകത്ത്. അവന് ചെറിയ മരുന്ന് കൊടുത്തിട്ട് മാറാൻ പറ്റുമെങ്കിൽ അത് കൊടുത്ത് മാറ്റി വിടുക. അത് വലിയ കാര്യമല്ലേ. ഇത് നമ്മൾ എത്ര സാമ്പത്തികമായിട്ടുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ആയുർവേദത്തെക്കുറിച്ചും കളരിയെക്കുറിച്ചും ഒക്കെ വളരെ ജനകീയമായിട്ട് താങ്കൾ പറഞ്ഞു. സംസാരിക്കാൻ ഇനി നമ്മൾ കുറേ മണിക്കൂറുകൾ സംസാരിക്കാൻ നമുക്ക് സമയപരിധിയുണ്ട്. എന്തായാലും വളരെ വിലയേറിയ താങ്കളുടെ സമയത്തിന് ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേക നന്ദി. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു സാർ. ഇവിടെ വന്ന് ഇതുപോലെ ഇങ്ങനൊരു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങേക്ക് ഉണ്ടായ മനസ്സുണ്ടല്ലോ, അതിനെ ഞാൻ അംഗീകരിക്കാൻ ഹൃദയം കൊണ്ട് ഞങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തില്ല. ഇത് എടുത്ത അങ്ങേയും ഈ ക്യാമറാമാനും മറ്റു അങ്ങയുടെ ക്രൂ എല്ലാവർക്കും നന്ദി, നമസ്കാരം.